അച്ഛാ ആ അച്ഛന് മക്കൾ കുട്ടി അറിയാമോ? മക്കൾ കുട്ടിയാ? ആരുടെ മക്കൾ കുട്ടി? ഒരു ഗുണ്ടയുണ്ടല്ലോ മക്കൾ കുട്ടി എന്ന് പറയണേ. പിന്നല്ലാതെ അവൻ ഭയങ്കര പ്രശ്നക്കാരനല്ലേ. എന്ത് കാര്യം? എന്ത് ഈ ആശയുണ്ടല്ലോ, ഈ മക്കൾ കുട്ടിയുടെ അനിയന്റെ ചെവിക്ക് പിടിച്ചു. ചെവിക്ക് പിടിച്ചോ? ബസ് സ്റ്റോപ്പിൽ അങ്ങോട്ട് ഇവള് നിന്നപ്പോഴത്തേക്ക് ഈ അനിയൻ ചെറുക്കൻ പോയി അവളെ മുട്ടിന്ന് അവള് ചെവിക്ക് എന്താ വലിയ പ്രശ്നമായി. അത്രയ്ക്കായ അവന് ഇന്ന് ഞാനുണ്ടല്ലോ. അയ്യോ അയ്യോ അല്ല, അപ്പൊ മക്കൾ കുട്ടി അല്ലേ ഈ ഒരു തവണത്തേക്ക് നമുക്കങ്ങ് ക്ഷമിച്ചേക്കല്ലേ. ആശ അവിടെ എൻ്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഇനി അവൻ ആരെ ഉപദ്രവിക്കൊന്നുമില്ല. മാത്രമല്ല ഇതിപ്പോ മനഃപൂർവ്വമാണെന്ന് തന്നെ നമ്മുടെ തെളിവൊന്നുമില്ലല്ലോ. ആശ എടുത്ത് പോയി അങ്ങനെ പറയല്ലേ, അവള് പറയണ മനഃപൂർവ്വമാണെന്നാണ്. എടാ ഈ മക്കളൂട്ടി എന്ന് പറയുന്നവരെ ഭയങ്കര ഭ്രാന്തനാടാ, പ്രശ്നക്കാരനാ. അല്ലേ? നിനക്കറിയോ, മുടി വെട്ടാൻ പോയെടുത്ത് അവന്റെ കൃതാവിന് നീളം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാർബറെ കത്തിയെടുത്ത് പള്ളക്ക് കുത്തിയവനാ. അയ്യോ പാവം ബാർബർ. ഓ ഇപ്പൊ ബാർബർമാർ അവനെ കാണുമ്പോ കടയും പൂട്ടി തലയിൽ കൂടെ മുണ്ട് കൂട്ട് ഓടും. അപ്പൊ ഇവ എങ്ങനെ മുടി വെട്ടും? അവനിപ്പൊ തനിച്ചിരുന്ന് മുടി വെട്ടുമായിരിക്കും. അയ്യോ പാവം. ആര്? അല്ല, ഒറ്റക്കിരുന്ന് അവൻ മുടി വെട്ടണേക്കെ. ആളെ മനസ്സിലായി, ബാക്കി നിങ്ങളോട് ചോദിച്ചാൽ പറയുന്ന ശിവൻ പറഞ്ഞു. എന്റെ അടുത്ത് ചോദിക്കാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളെ മനസ്സിലായിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കണോ? പോയി ചോദിക്ക്. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ തട്ടിയവന്റെ ചേട്ടനെ ഒരു ദുസ്വഭാവമുണ്ട്, പിച്ചാത്തിയിട്ട് കുത്തും. അതുകൊണ്ട് അതേപോലെ പേരായിട്ട് ഗുണ്ടയാ. പേര് മക്കളൂട്ടി. അയാളെ പേടിച്ചാണോ നിങ്ങൾ ഈ പറമ്പ് നിൽക്കുന്നത്? കൃതാവിന് നീളം കുറഞ്ഞു വേണ്ടി ബാർബറെ കുത്തിയ ടീമാണ്. ഇപ്പൊ അവ ഒറ്റക്കിരുന്നാണ് മുടി വെട്ടണം. അറിയാമോ? ഓ, അപ്പൊ നിങ്ങൾ ചോദിക്കാൻ പോവൂല. ഇനി എന്റെ വേറെ പിച്ചാത്തി കൊണ്ടാ മുറിയും. വെറുതെ എന്തിനാണ് നീ അവനെ ചെവിക്ക് പിടിച്ച് കിഴിക്കല്ല? അത് പോരെ? അതുപോലെ. അപ്പൊ അത്രക്കേ ഉള്ളൂ. സിറ്റുവേഷൻ ഇതായി പോയില്ലേ. സാധാരണ വല്ല ഞരമ്പ് രോഗിയായിരുന്നെങ്കിൽ നമുക്ക് പോയി പെരുമാറായിരുന്നു, അല്ലേ? അവൻ മക്കളുടെ അനിയനല്ലേ. നിങ്ങക്ക് പേടിയാണെങ്കിലേ അഡ്രസ്സും കൊടുത്താ ഞാൻ പോയി ചോദിക്കാം. നീ ഒന്ന് സമാധാനപ്പെട്, ഞങ്ങൾ സംസാരിക്കട്ടെ, ആലോചിക്കട്ടെ, അല്ലേ? അയ്യോ, നിങ്ങളെ കൊണ്ടേ ഈ ആലോചന മാത്രമേ നടക്കുള്ളൂ. എന്റെ വയറ്റി പിച്ചാത്തി കയറ്റിക്കോ വെച്ചാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ കുത്തുകൊള്ളാൻ പോകുമ്പോ എന്നെ വിളിക്കാതിരുന്നാ മതി. ആർക്കും വേണ്ടേ വാന്ത? ആ അച്ഛന് വാന്ത. കറക്റ്റ്. ഇതാണ് അടിപൊളി അറേബ്യൻ മസ്താങ്. വേണ്ട എന്തുവാ ചേട്ടാ? പിന്നെ നാത്തും ഭയങ്കര കലിപ്പിലാ. എന്താവോ എന്തോ. ലോകത്ത് ഇത്രയും ഞരമ്പുകൾ കിടന്നു കറക്റ്റായിട്ടാ മറ്റേ മക്കളെ കുട്ടിയുടെ അനിയൻ തന്നെ വന്ന് ചാടിയല്ലോ എന്ന് ആലോചിക്കുമ്പോ ദൈവമേ. ഫോൺ 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 ഫോൺ. ആടെ ശിവു എടാ, ഉള്ളത് തന്നെയാടേ. എന്നിട്ട് നീ ഇതാരെന്ന് പറയണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. എന്ത് പറ്റേ? ഞാൻ മക്കളെ കുട്ടി ജംഗ്ഷനിൽ ചെന്ന പ്രശ്നമായെന്ന് ഇവിടെ സോഡ കുടിച്ചോണ്ട് മാമച്ചിമാരെയൊക്കെ പിറന്ന തലയിട്ട് അടിച്ചു കൊടുത്തു. സോഡ കുടിച്ചാനോ? എടി സോഡ കുടിച്ചാനല്ല, പിന്നെ അവൻ്റെ അനി ആ ഞരമ്പ് സജിയെ ആരെ ചെവി പിടിച്ച് കിഴുക്കി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായി. അത് നാത്തൂനല്ലേ ചെവിക്ക് പിടിച്ച കഴിക്കുക, അതിന് അവരെ പിടിച്ചതല്ലെന്ന് എന്തിനാ? എടി പെണ്ണെ, നീ ഗുണ്ടകളുടെ രീതി ഇങ്ങനെയാണ്. അവൻ ആദ്യം ജംഗ്ഷനിലോട്ട് ചെന്നിറങ്ങും, അവിടെ ഇങ്ങനെമാരെല്ലാം നോക്കിയിട്ട് ഇതുപോലെ സോഡ കുടിച്ചോണ്ടിരിക്കുന്ന മാമച്ചിമാരെ പിറന്ന തലയിലൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കും. ഈ സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ? അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തായാലും ആര് പറഞ്ഞു നമുക്ക് കുഴപ്പമില്ലെന്ന്? അപ്പൊ അത് കഴിഞ്ഞ ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്തി. എന്ത്? ആ സജീരെ ജയിലിൽ പിടിച്ച ആരാണെങ്കിലും 48 മണിക്കൂറിനകത്ത് വീട്ടിൽ പോയി മാപ്പ് പറയാം. മാപ്പ് പറഞ്ഞില്ലെങ്കിലോ? മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നാ പിന്നെ അവൻ പിച്ചാത്തി എടുത്തോണ്ട് വരുമ്പോഴേ നമ്മളതൊന്നും വേറെ യാതൊരു ഗ്യാരണ്ടിയും കാണൂല. അയ്യോ എനിക്ക് പേടിയാവുന്നു ചേട്ടാ. ഇനി പേടിച്ചോണ്ട് ഇവിടെ ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. വാ പോയി ചേച്ചിയുടെ അടുത്ത് കാര്യം പറയാം. ആര്? നാത്തൂനോടോ? അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്ക്. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക നാത്തൂൻ. അപ്പഴാ മാപ്പ് പറയണേന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ലായിരിക്കും. ഇല്ല, ഇനിയിപ്പോ എന്താവോ? ചെകുത്താന്റെ കടലിന്റെ നടുക്കായി എന്തായാലും. എനിക്കറിയത്തില്ല. എന്നാലും കാര്യം ചെയ്യാം, നമുക്ക് അളിയനെ കണ്ട് സംസാരിക്കാം. അളിയനെ അവൻ്റെ രീതിക്ക് അങ്ങ് പറഞ്ഞോളൂ. എന്തോന്ന് പറയുന്നു? അതൊരു ഐഡിയ ആണ്. നാളിനെ കാണാൻ പോവാം. എല്ലാത്തിനും എടുത്തോണ്ട് പോയി. എല്ലാം എടുത്തോ. ഒന്ന് കുങ്ഫു തന്നെ അവിടെ. ഇത് വെച്ച് കളിച്ചോ. ഇതെന്താന്ന് അറിയില്ല. ഇത് ഒട്ടകം. രണ്ടെണ്ണോ? ഒരെണ്ണം എവിടെ പോയി? ഒരെണ്ണം ഇല്ലേ? രണ്ടെണ്ണം ഉള്ളോ? 1 2 3 4 5 വേണ്ടേ? ഇതെങ്ങനെ ശരിയാവും അച്ഛമ്മ? എന്താന്നാ? അതെന്താണെന്ന്
നമുക്കിവിടെ ചോദിക്കാനും പറയാനോ ആരുമില്ലേ? എന്തോന്ന് ചോദിക്കേ? അച്ഛമ്മ പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ വെളിയിൽ ഇറങ്ങി നടക്കണ്ടേ? ഞാൻ മുമ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴേ ഒരുത്തൻ എന്റെ ദേഹത്ത് വന്ന് മനഃപൂർവ്വം തട്ടിയിട്ട് പോയിരിക്കുന്നു. ഓഹോ. എന്നിട്ട് ഇപ്പൊ അവൻ ഏതോ ഗുണ്ടയുടെ അനിയനാന്നും പറഞ്ഞിട്ട് വെറുതെ വിടാൻ തീരുമാനിച്ചിരിക്കുക അച്ഛമ്മയുടെ മോനും ചെറുമോനും. നിന്റെ കയ്യിൽ എന്തോന്നായിരുന്നു? അവന്റെ ചെപ്പാക്കുറ്റി നോക്കി 2 കൊടുത്താ പോരായിരുന്നു? ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അവന്റെ ചെവി ഉണ്ടല്ലോ ഇനി മരിക്കുന്നവരെ ചുമന്നേ ഇരിക്കത്തുള്ളൂ. ഓഹോ, അത് മതി. പിന്നെന്താ വേണം? അതൊന്നും പോരാ. ആദ്യം ഞാനും വിചാരിച്ചത് ഇത് മതിയെന്ന്. പിന്നെ ഇവിടെ ചിലരുടെ ന്യായീകരണം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവനിട്ട് 2 കൂടെ കിട്ടണമെന്ന്. ഏതോ മക്കളൂട്ടിയുടെ അനിയനാന്ന് പറഞ്ഞിട്ടേ പോലീസ് പറയാനുള്ള ധൈര്യം പോലും ഇല്ല ഇവിടെ ആർക്കും. അമ്മ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാവരും നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അറിഞ്ഞമ്മേ, പക്ഷെ എന്തോ ചെയ്യാൻ പറ്റും? ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? അതെന്താ? ആ ഗുണ്ട ഒരു ഭ്രാന്തനാന്നാ കേൾക്കുന്നേ. എല്ലാവർക്കും നമ്മുടെ ജീവനല്ലേ വലുത്. നീ ഏതായാലും കൊടുക്കാനുള്ളത് കൊടുത്തില്ലേ അവന്? പിന്നെ എന്തോ ഇനിയിപ്പോ ഇവന്മാര് പോയി ചോദിച്ച വല്ല പ്രശ്നമായി എന്തെടുക്കും നമ്മള്? അത് ശരിയാണമ്മ. ഇവിടെ ഉള്ള ആർക്കും ആക്ഷൻ എന്ന് പറഞ്ഞൂടാ. ഓടിത്തള്ളനൊക്കെ ഭയങ്കര പാടാണ്. എന്നാ പിന്നെ തൽക്കാലം മുളക് വിട്ടരാലോ. അതിനെന്തോ ചെയ്യാൻ പറ്റും? എന്ത് കഷ്ടം എന്റെ ദൈവമേ. പിള്ളേരെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിച്ചോണം. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനും ഇവിടെ അമ്മയുടെ മോളല്ലേ. പോരാത്തന്നെ ഞാനല്ലേ ഇടിച്ചമ്മയുടെ പരിപ്പങ്ങളും. അത് ഇവളുമാരുടെ കാര്യത്തിൽ മാത്രം പോരാ, എല്ലാ പെൺപിള്ളേരുടെ കാര്യത്തിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം കേട്ടോ. അത് പിന്നെ ഞാൻ ഏറ്റമ്മ. ഉമാർക്കൊന്നും എന്റെ തനി സ്വഭാവം പറഞ്ഞൂടാ. അതെ ശംഭു, നീ ഇപ്പൊ അടിക്കാനൊന്നും പോകണ്ട കേട്ടോ, കുറച്ചുകൂടെ വലുതാകട്ടെ. അതത്രേ ഉള്ളൂ. നിനക്ക് ആ വൃത്തിയായിട്ടാണെങ്കിൽ പിടിച്ചോണ്ടോ? എനിക്കത് കാണണമായിരുന്നു അവനെ. വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാനോ? ഓ, നന്നായി. അതൊന്നും വേണ്ടമ്മേ, ഒന്നും ഞാൻ എവിടെ ഇരിക്കുമ്പോ അവൻ ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അമ്മ, അമ്മക്കത് പറ്റിയില്ലല്ലോ. അമ്മയ്ക്കൊന്നും പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഉത്തുവണ്ണൻ ടീമിനെ വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം വേണേ വെറുതെ വിടാം അല്ലേ? അത് മതി മോളെ, അതാ നല്ലത്. ഇവരെല്ലാം കൂടെ അവിടെ ചെന്ന് പറയാൻ പറ്റത്തില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. ഞാൻ കാരണം കുത്തു മേടിച്ചെന്നാവും. വേണ്ട.